Hi friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ഫിനാൻസിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. സോ ബിസിനസ് ഫിനാൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇത് ഒരു വാസ്റ്റ് ഏരിയ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി നിങ്ങൾ പഠിച്ച ഏരിയയുമാണ്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. സോ ആ ഏരിയാസിൻ്റെ ബേസിസിൽ വേണം നമ്മൾ ഈ ടോപ്പിക്കിനെ പഠിക്കാനായിട്ട്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്, ആ ലെവൽ ഓഫ് അല്ലെങ്കിൽ സ്റ്റെപ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, പലതരത്തിലുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സുകളുണ്ട്. സോ ആ ഡിഫറെൻറ്റ് ടൈപ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കണം. ദെൻ ഫോർമുലാസ് ഫ്രം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, ഈ ഓരോ ടെക്നിക്സിനും ഫോർമുലാസ് ഉണ്ട്. സോ ആ ഫോർമുലാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രോബ്ലംസ്, നോർമലി ഈ ഏരിയാസിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ പ്രോബ്ലംസ് ചോദിക്കുന്ന ഏരിയാസ് മെയിൻലി പേ ബാക്ക് പീരീഡ്, ARR, NPV ആൻഡ് PI, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഈ 4 ഏരിയയിൽ നിന്നാണ് മെയിൻലി പ്രോബ്ലംസ് ചോദിക്കാറ്. ദെൻ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്. ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സോ അതിന് കുറച്ച് കൂടുതൽ ഫോക്കസ് നമ്മൾ നൽകണം. ദെൻ IRR ആൻഡ് NPV രണ്ടും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക് തന്നെയാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഡിഫറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്താലും ഈ ഓരോ ടോപ്പിക്കിൽ നിന്ന് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഓക്കെ, സോ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഏരിയ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഒക്ടോബർ 2020 ഷിഫ്റ്റ് 1 ചോദിച്ച ചോദ്യമാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ദ പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഈസ് അഡ്വൈസ്ഡ് ഫോർ ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സോ ഇവിടെ പേ ബാക്ക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ സിറ്റുവേഷനിലാണ് പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുന്നത് ബെറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓവർ ലിവറേജ്ഡ് ബിസിനസ്, ഓപ്ഷൻ ബി ക്യാഷ് റിച്ച് ബിസിനസ്, ഓപ്ഷൻ സി അൺസർട്ടൻ മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റേബിൾ മാർക്കറ്റ് കണ്ടീഷൻ. ഓക്കെ, ആൻഡ് വി ഹാവ് ദ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. സോ എന്താണ് പേ ബാക്ക് പീരീഡ് എന്നത് അറിയുന്നതിന് മുമ്പ് എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരിക്കണം. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇവാലുവേഷൻ പ്രോസസ്. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ഐദർ യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ പ്രൊജക്ട് എ ഓർ പ്രൊജക്ട് ബി. സോ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ഏത് നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക, അല്ലേ? സോ എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹ്യൂജ് എക്സ്പെൻസസ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ബെസ്റ്റ് റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. സോ വി ആർ ചൂസിങ് ദ ബെസ്റ്റ് വൺ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. സോ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇസ് ഇൻ ലോങ് ടേം അസറ്റ്. സോ ഇതൊരു ലോങ് ടേം ഡിസിഷൻ ആണ്. ഒരു പ്രൊജക്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ലോങ് ടേമിലേക്കുള്ളൊരു ഡിസിഷനാണ്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഇസ് എ ലോങ് ടേം ഡിസിഷൻ. ഓക്കെ, ആൻഡ് വി ഹാവ് ഇഫ് വി ആർ ലൈക്ക് പ്രൊജക്ട് എ ഓർ പ്രൊജക്ട് ബി, ഇതിലേത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു പ്രൊജക്ട് എ ചൂസ് ചെയ്യണോ പ്രൊജക്ട് ബി ചൂസ് ചെയ്യണോ, ഇത് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്? അങ്ങനെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നവയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്. ഓക്കെ, സോ വി ഹാവ് മെയിൻലി 2 ക്ലാസിഫിക്കേഷൻസ്, ട്രഡീഷണൽ മെത്തേഡും മോഡേൺ മെത്തേഡും. ഈ 2 ക്ലാസിഫിക്കേഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കിൽ ഉള്ളത്. സോ എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നു, ആ വാല്യൂവേഷനും കാര്യങ്ങളും എല്ലാം വരുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിലാണ്. ഓക്കെ, സോ ഈ 2 ക്ലാസിഫിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ ക്ലാസിഫിക്കേഷനിലും വരുന്ന ടെക്നിക്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ മെയിൻലി എന്താണ് ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ എന്താണ് ഈ മോഡേൺ നമുക്ക് നോക്കാം. ട്രഡീഷണൽ ടെക്നിക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൺവെൻഷണൽ ടെക്നിക്. ഇതിനെ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക് എന്നും വിളിക്കാറുണ്ട്. ബിക്കോസ് ഇവിടെ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി? സോ എന്താണ് ടൈം വാല്യൂ ഓഫ് മണി, അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് LMSൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. സോ ജസ്റ്റ് പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് നോക്കാം. സോ ടൈം വാല്യൂ ഓഫ് മണി എന്ന് വെച്ചാൽ
ഇപ്പോൾ ഞാൻ ഈ പ്രസൻ്റ്ലി നിങ്ങൾക്ക് ഒരു 500 രൂപ തരികയാണ്. ആൻഡ് ഇഫ് ഐ എം ഓഫറിങ് യു ഐ വിൽ ഗിവ് യു ദ സെയിം 500 ആഫ്റ്റർ 2 years. ഇപ്പോൾ ഞാൻ 500 തരുന്നതാണോ 2 വർഷം കഴിഞ്ഞ് 500 രൂപ തരുന്നതായിരിക്കുമോ കൂടുതൽ വാല്യുബിൾ? ഉറപ്പായും ഇന്ന് കിട്ടുന്ന 500 രൂപയായിരിക്കും. വൈ? ഇപ്പോൾ നമ്മൾ 500 രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് ഒരു 2 വർഷം കഴിഞ്ഞാൽ അതേ 500 രൂപ ഉപയോഗിച്ച് വാങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? മണിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലേ? സോ വാല്യൂയിൽ ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. 500 രൂപയ്ക്ക് ഇന്ന് കിട്ടുന്ന സാധനം മേ ബി ആഫ്റ്റർ 2 years നമ്മളൊരു 600 രൂപയോ 700 രൂപയോ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ടൈം വാല്യൂ ഓഫ് മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മണിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണക്കാക്കണം സമയപരിധി അനുസരിച്ച്. പക്ഷേ ട്രഡീഷണൽ ടെക്നിക്കിൽ അങ്ങനെ ഒരു ടൈം വാല്യൂ ഓഫ് മണിക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ട്രഡീഷണൽ ടെക്നിക്കിൽ നമുക്ക് 2 ടെക്നിക്സ് ആണ് പഠിക്കാനുള്ളത്. പേ ബാക്ക് പീരീഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ ARR എന്നൊക്കെ പറയും. സോ ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് അണ്ടർ traditional method. Okay, so first question was actually about payback period. Okay, so അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ട്രഡീഷണൽ ടെക്നിക്കും മോഡേൺ ടെക്നിക്കും. സോ എന്താണ് മോഡേൺ ടെക്നിക് എന്ന് കൂടി നോക്കാം. മോഡേൺ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ഡിസ്കൗണ്ടഡ് ടെക്നിക് എന്നാണ്. ട്രഡീഷണൽ ടെക്നിക്ക് നമ്മൾ നോൺ ഡിസ്കൗണ്ടഡ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല, ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നില്ല അല്ലേ? ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ടായിരിക്കും അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത്. സോ ഈ ഓരോ വർഷവും കിട്ടുന്ന എമൗണ്ട് സെയിം ആണെങ്കിൽ പോലും അതിൻ്റെ മൂല്യത്തിന് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. സോ ആ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഷുഡ് യൂസ് ദിസ് ടൈം വാല്യൂ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യണം. സോ അത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ ആസ് ഇറ്റ് കൺസിഡേഴ്സ് ടൈം വാല്യൂ ഓഫ് മണി. സോ ഇതാണ് കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്, കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മോഡേൺ ടെക്നിക്സ് തന്നെയാണ്. സോ ഇറ്റ് കൺസിഡർ ഓൾ ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റസ് ഒക്കറിങ് ഡ്യൂറിങ് ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രൊജക്ട്. ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് പീരീഡിലുള്ള എല്ലാ കോസ്റ്റും എല്ലാ ഇൻകംസും നമ്മൾ എവിടെ കൺസിഡർ ചെയ്യും? നമ്മൾ മോഡേൺ മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. സോ ഈ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് വെൻ കംസ് ടു ദി ഡിഫറെൻറ്റ് ടെക്നിക്സ്, പല ടെക്നിക്സുകൾ നോക്കുമ്പോൾ നമുക്കുള്ള ടെക്നിക്സ് NPV, IRR, PI, ദാറ്റ് ഇസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഡിസ്കൗണ്ടഡ് പേബാക്ക്. പേബാക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് ഡിസ്കൗണ്ടഡ് പേബാക്ക് എന്ന് പറയുന്നത്. ദെൻ നെറ്റ് ടെർമിനൽ വാല്യൂ. സോ ഈ എല്ലാ ടെക്നിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ ടെക്നിക്കിനെ കുറിച്ചും നിങ്ങൾ അറിയണം. ഈ ഓരോ ടെക്നിക്കിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഓൾറെഡി LMSൽ സെപ്പറേറ്റ്ലി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ വാസ് ആക്ച്വലി ബേസ്ഡ് ഓൺ പേ ബാക്ക് പീരീഡ്. ഓക്കെ, സോ നമുക്ക് പേ ബാക്ക് പീരീഡ് എന്താണെന്ന് നോക്കാം. സോ പേ ബാക്ക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു. എന്താണത്? പേ ബാക്ക് പീരീഡ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ്. സോ ട്രഡീഷണൽ മെത്തേഡുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇവിടെയും റിലവൻ്റ് ആണ്. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല, ഇറ്റ്സ് എ നോൺ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ്. സോ ആ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ പേ ബാക്ക് പീരീഡ് എന്താണെന്നുള്ളത് കുറച്ചുകൂടി കാര്യമായി നമുക്ക് നോക്കാം. ഇൻ ദിസ് ടെക്നിക് ദ എൻറ്റിറ്റി കാൽക്കുലേറ്റ്സ് ദ ടൈം പീരീഡ് റിക്വയർഡ് ടു ഏൺ ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ പ്രൊജക്ട് ഓർ ഇൻവെസ്റ്റ്മെന്റ്. സോ പേ ബാക്ക് പീരീഡ്, ആ നെയിമിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. സോ ഇഫ് യു വോണ്ട് ടു ഇൻവെസ്റ്റ് ₹5 lakh, ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേ ബാക്ക് പീരീഡ് എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് അറിയുമോ? എത്ര കാലയളവ്, എത്ര ടൈം പീരീഡാണ് ഈ 5 ലക്ഷം നമ്മളിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്നത് എന്നുള്ളതാണ് പേ ബാക്ക് പീരീഡിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 5 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് പ്രോഫിറ്റ് അല്ലേ? സോ ഇൻവെസ്റ്റ് ചെയ്ത തുക എത്ര നാൾ, എത്ര ദിവസം, എത്ര ടൈം പീരീഡ് എടുക്കും നമുക്ക് തിരിച്ചു കിട്ടാൻ, എത്ര ഇയർ എടുക്കും തിരിച്ചു കിട്ടാൻ, അതാണ് പേ ബാക്ക് പീരീഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, so in this technique the entity calculates the time period required to earn the initial investment. ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചു കിട്ടുവാൻ എടുക്കുന്ന കാലയളവാണ് പേ ബാക്ക് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ പേ ഔട്ട് മെത്തേഡ്, പേ ഓഫ് മെത്തേഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ആൻഡ് വളരെ സിമ്പിളായിട്ട് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്? പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, so the project or investment with the shortest duration is opted for. So if you're going for payback period അനുസരിച്ചിട്ടാണ് നിങ്ങൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഏത് പ്രൊജക്റ്റിനാണ് പേ ബാക്ക് പീരീഡ് കുറവ്, ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ
ചൂസ് ചെയ്യുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് എ ആൻഡ് പ്രൊജക്റ്റ് ബി, രണ്ട് പ്രൊജക്റ്റ് കൺസിഡർ ചെയ്യുന്നു. പ്രൊജക്റ്റ് എയിൽ നിന്ന് നമുക്ക് കിട്ടാൻ ഒരു ഇൻവെസ്റ്റ് ചെയ്ത തുക കിട്ടാൻ ഒരു 6 വർഷം, പ്രൊജക്റ്റ് ബിയിൽ നിന്നാണെങ്കിൽ 4 വർഷം. അപ്പോൾ നമ്മൾ ഏത് പ്രൊജക്റ്റ് ചൂസ് ചെയ്യാൻ നല്ലത്? പ്രൊജക്റ്റ് ബി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ഉള്ള അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പേ ബാക്ക് ഉള്ള പ്രൊജക്റ്റ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഹൗ വി വിൽ കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടായ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, വർഷാവർഷം അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോയും. ഓക്കെ, ആൻഡ് വെൻ യു ആർ ടേക്കിംഗ് ദിസ് ടേം ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന ഈ ടേം എടുക്കുമ്പോൾ പേ ബാക്ക് പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ക്യാഷ് ഫ്ലോ എന്തായിരിക്കണം? ബിഫോർ ഡിപ്രീസിയേഷൻ, ആഫ്റ്റർ ടാക്സ്. ഡിപ്രീസിയേഷന് മുമ്പും ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിനും ശേഷമുള്ള എമൗണ്ട് ആയിരിക്കണം ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എടുക്കാൻ. സോ ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏത് ടൈപ്പ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? വിച്ച് ഇസ് ബിഫോർ ഡിപ്രീസിയേഷൻ, ആഫ്റ്റർ ടാക്സ്. സോ എങ്ങനെ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാം? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. സോ ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, വളരെ റിലവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി. നമ്മളിപ്പോൾ ഓൾറെഡി ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ കാൽക്കുലേഷനൊക്കെ എന്താണ്, വളരെ ഈസിയാണ്. ഓക്കെ, സോ ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് അബൌട്ട് ലൈക്ക് നമുക്ക് ഫണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? സോ ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നത്, അതായത് പേ ബാക്ക് പീരീഡ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നു. ഇപ്പം വെൻ യു കാൽക്കുലേറ്റ് എ പേ ബാക്ക് പീരീഡ്, നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 4 years ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചു കിട്ടാൻ 4 വർഷമാണ് എടുക്കുക. ഓക്കെ, അപ്പം ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം ഉള്ള ഒരു കൺസേൺ ആണ് എങ്കിൽ, അതായത് അവർക്ക് ഫണ്ടിന് വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഫണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും നല്ലത്, അല്ലേ? പേ ബാക്ക് പീരീഡ് വളരെ കുറഞ്ഞ് വളരെ പെട്ടെന്ന് ഫണ്ട് കിട്ടുന്നതായിരിക്കും നല്ലത്. സോ അങ്ങനെ ലിക്വിഡിറ്റി ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരു ഫേമാണ്, അല്ലെങ്കിൽ അവർക്ക് ഫണ്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താണ്? പെട്ടെന്ന് എമൗണ്ട് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു ആസ്പെക്റ്റിലാണ് നിങ്ങൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്താണ്? Payback period ആണ്. Then project with longer payback period should be avoided in case of market uncertainties. So ഇനി നമുക്കുള്ള പേ ബാക്ക് പീരീഡ് വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ പേ ബാക്ക് പീരീഡ് ഒരു 10 വർഷമൊക്കെ എടുക്കും എന്ന് വിചാരിക്കുക. സോ അതിൻ്റെ അർത്ഥം എന്താണ്? 10 വർഷം കഴിയണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചു കിട്ടാനായിട്ട്. സോ പേ ബാക്ക് പീരീഡ് കൂടുമ്പോൾ നമുക്ക് അവിടെ റിസ്ക്കും കൂടും. ആൻഡ് ഇഫ് ദ മാർക്കറ്റ് സിറ്റുവേഷൻ ഇസ് അൺസർട്ടൻ, മാർക്കറ്റ് ഭയങ്കര അൺസർട്ടൻ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ സിറ്റുവേഷനിൽ ഫണ്ട് പെട്ടെന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതേസമയത്ത് ഒരു സെർട്ടൻ മാർക്കറ്റ് കണ്ടീഷനാണ്, മാർക്കറ്റ് കണ്ടീഷൻ ഒരേപോലെയാണ് പോകുന്നത്, വലിയ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ഫണ്ട് പെട്ടെന്ന് കിട്ടണം എന്നൊരു നിർബന്ധമൊന്നുമില്ല, കാരണം റിസ്ക് അത്രത്തോളം ഇല്ല. പക്ഷെ മാർക്കറ്റ് സിറ്റുവേഷൻ വളരെ അൺസർട്ടൻ ആയിട്ട് നമുക്ക് ഒട്ടും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് പോകുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ഫണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും നല്ലത്. സോ ആ ഒരു മെത്തേഡാണ് നിങ്ങൾ ഇവിടെ പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പേ ബാക്ക് പീരീഡ് ഉള്ളത് വേണം ചൂസ് ചെയ്യാൻ, അല്ലാണ്ട് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ്ങർ പീരീഡ് എടുക്കുന്ന പേ ബാക്ക് പീരീഡ് എടുക്കുന്ന പ്രൊജക്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കാം. പേ ബാക്ക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്ട് എ കോസ്റ്റ് ₹2 lakh and project B cost ₹3 lakh. Both have a 10-year life. Uniform receipts expected from A ₹40,000 per annum and from B 80,000 per annum. Find out the payback period and advise which project to go for. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് എയിൽ 2 ലക്ഷം രൂപയാണ് പ്രൊജക്ട് എയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയത്. പ്രൊജക്ട് ബി ആണെങ്കിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 3 lakh ആണ്. ഓക്കെ, 2 വർഷത്തിൻ്റെയും ലൈഫ് പീരീഡ്, ആ പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് ലൈഫ് എന്ന് പറയുന്നത് 10 years ആണ്. ആൻഡ് ഓരോ വർഷവും നിങ്ങൾക്ക് കിട്ടുന്ന റെസിപ്റ്റ് യൂണിഫോം എമൗണ്ട് ആണ്. സോ പ്രൊജക്ട് എയിൽ നിന്നാണെങ്കിൽ 40,000 വെച്ച് ഓരോ വർഷവും കിട്ടും, പ്രൊജക്ട് ബിയിൽ നിന്നാണെങ്കിൽ 80,000 വെച്ച് ഓരോ വർഷവും കിട്ടും. സോ പ്രൊജക്ട് എ നിങ്ങൾ ചൂസ് ചെയ്യണോ പ്രൊജക്ട് ബി നിങ്ങൾ ചൂസ് ചെയ്യണോ എന്നുള്ളതാണ് പേ ബാക്ക് പീരീഡ് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഇക്വേഷനൊക്കെ പറഞ്ഞതാണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. സോ പ്രൊജക്ട് എയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? ₹2 lakh. ക്യാഷ് ഇൻഫ്ലോയോ 40,000 per annum. So 2 lakh divided by 40,000 which will give you 5 years. Okay, and what about project B? Project B ലേക്ക് നോക്കുകയാണെങ്കിൽ initial investment is 3 lakh and annual cash inflow is 80,000. So 3 lakh divided by 80,000 എത്ര കിട്ടും? 3.75 years. So if you are going with this payback period, ഏത് പ്രൊജക്റ്റ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഉറപ്പായും പ്രൊജക്റ്റ് ബി ആയിരിക്കും ചൂസ് ചെയ്യുക. കാര്യം പ്രൊജക്റ്റ് ബിയുടെ ലൈഫ് ദ പേ ബാക്ക് പീരീഡ് വളരെ കുറവാണ്, 3.75 ആണ്. സോ ഈ 3.75 years കൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക
നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ബട്ട് പ്രൊജക്റ്റ് എ നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിലോ ഇറ്റ് ടേക്സ് 5 years, 5 വർഷം എടുക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നിങ്ങൾക്ക് കിട്ടാൻ. സോ ഇഫ് യു ആർ ഗോയിങ് ഫോർ പേ ബാക്ക് പീരീഡ്, ഈ കേസിൽ നമ്മൾ ഏത് പ്രൊജക്റ്റ് ചൂസ് ചെയ്യും? പ്രൊജക്റ്റ് ബി. ഓക്കെ, ബിക്കോസ് അതിൻ്റെ പേ ബാക്ക് പീരീഡ് ആണ് കുറവ്. ഓക്കെ, നൗ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. So in which of the following situation the payback period method is advised for evaluation of investment opportunities? So ഏത് ഈ താഴെ തന്നിരിക്കുന്ന ഏത് സിറ്റുവേഷനിലാണ് പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഓവർ ലിവറേജ്ഡ് ബിസിനസ്. എന്താണ് ഓവർ ലിവറേജ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ദ യൂസേജ് ഓഫ് ഡെറ്റ് ഫണ്ടുകൾ യൂസ് ചെയ്യുന്നതാണ്. സോ ലിവറേജ്ഡ് ബിസിനസ് എന്നാണ് ആ ടേമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ട ഒരു ഏരിയ ഇറ്റ് ഇസ് ഓവർ ലിവറേജ്ഡ്. ഓവർ ലിവറേജ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ബിസിനസ്സിന് പറ്റുന്ന കപ്പാസിറ്റിയിലും കൂടുതൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഡെറ്റ് ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് പർട്ടിക്കുലർ ബിസിനസ് ഇസ് നോൺ ആസ് ഓവർ ലിവറേജ്ഡ് ബിസിനസ്. സോ ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഉറപ്പായും ലിക്വിഡിറ്റി ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഓവർ ലിവറേജ്ഡ് എന്ന് പറഞ്ഞാൽ അതിന് കപ്പാസിറ്റി, ആ ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഡെറ്റ് ഫണ്ട് റൈസ് ചെയ്യാനുണ്ടോ അതിനേക്കാൾ കൂടുതൽ അവർ ഡെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. സോ ഉറപ്പായും അവിടെ എന്താണ്? ലിക്വിഡിറ്റി ഇസ് എ മാറ്റർ. ഓക്കെ, സോ ഓവർ ലിവറേജ്ഡ് ബിസിനസ്സിൽ ഉറപ്പായും ലിക്വിഡിറ്റി ഒരു പ്രോബ്ലം ആണ്. സോ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്തായിരിക്കും അവർക്ക്? ഇൻവെസ്റ്റ് ചെയ്ത തുക പെട്ടെന്ന് തിരിച്ചു കിട്ടുക എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യുന്ന ഏത് മെത്തേഡിലാണ്? പേ ബാക്ക് പീരീഡിലാണ്. സോ ഓപ്ഷൻ എ ഉറപ്പായിട്ടും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. ദെൻ ക്യാഷ് റിച്ച് ബിസിനസ്. ക്യാഷ് നല്ലപോലെ ഉള്ള ഒരു ഫേമാണ്, ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. അങ്ങനെ ഒരു ബിസിനസ്സിന് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്ന മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവിടെ ലിക്വിഡിറ്റി ഒന്നും ഒരു മാറ്റർ അല്ല. ആവശ്യത്തിൽ കൂടുതൽ അവർക്ക് ലിക്വിഡിറ്റി ഉണ്ട് ബിക്കോസ് ദേ ആർ ക്യാഷ് റിച്ച് ബിസിനസ്. ഓക്കെ, സോ അങ്ങനെ ഒരു ബിസിനസ്സിന് പേ ബാക്ക് പീരീഡ് മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ ബി വിൽ നോട്ട് ബി ഇൻ ഓപ്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് സി? അൺസർട്ടൺ മാർക്കറ്റ് കണ്ടീഷൻ. യെസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മാർക്കറ്റ് കണ്ടീഷൻ അൺസർട്ടൺ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താണ്? ഏറ്റവും കുറഞ്ഞ പേ ബാക്ക് പീരീഡ് ഉള്ള പ്രൊജക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും നമ്മൾ പേ ബാക്ക് പീരീഡ് തന്നെ വേണം ഫോളോ ചെയ്യാൻ. വാട്ട് അബൌട്ട് ഓപ്ഷൻ ഡി? സ്റ്റേബിൾ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷൻ സ്റ്റേബിൾ ആണെങ്കിൽ ഫണ്ട് പെട്ടെന്ന് തിരിച്ചു കിട്ടണം എന്ന് പറയുന്നൊരു പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. സോ ഉറപ്പായും ഡി വരില്ല. സോ ഓപ്ഷൻ എ വരും, സി വരും. ഓക്കെ, ഇൻ ബോത്ത് ദിസ് സിറ്റുവേഷൻ, ഇൻ ഫസ്റ്റ് സിറ്റുവേഷൻ ലിക്വിഡിറ്റി ഈസ് എ മാറ്റർ. അൺസർട്ടൺ മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ റിസ്ക് കൂടുതലാണ്. അവിടെയും ഫണ്ട് പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. സോ എ ആൻഡ് സി ഈ രണ്ട് ഓപ്ഷനും വരണം. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ്, എ ആൻഡ് സി. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസംബർ 2019 ചോദിച്ചിരിക്കുന്നതാണ്. ഇവിടെയും എന്ത് ഏരിയയെക്കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? പേ ബാക്ക് പീരീഡ്, NPV, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ പേ ബാക്ക് പീരീഡ് മെത്തേഡ് കൺസിഡേഴ്സ് ഓൾ ക്യാഷ് ഫ്ലോസ് ഓഫ് പ്രൊജക്റ്റിൻ്റെ എല്ലാ ക്യാഷ് ഫ്ലോസും പേ ബാക്ക് പീരീഡ് കൺസിഡർ ചെയ്യും. പേ ബാക്ക് പീരീഡ് മെത്തേഡ് കൺസേൺസ് മോർ വിത്ത് ദ റിക്കവറി ഓഫ് കോസ്റ്റ് rather than profit. Net present value represents net addition to the wealth of the shareholders. Accounting rate of return method incorporates risk as well as time value of money. So first two statements ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും ബിക്കോസ് നമ്മൾ പേ ബാക്ക് പീരീഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ then we have two more methods. നെറ്റ് പ്രസൻറ്റ് വാല്യൂവിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. സോ ആ ഏരിയാസ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. Okay, and we have the different options. Now, we already discussed traditional technique, time value consider ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രഡീഷണൽ ടെക്നിക്കിനെ കുറിച്ച് ഓവറോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതായിരുന്നു. സോ അതിൽ രണ്ട് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ആണുള്ളത്, പേ ബാക്ക് പീരീഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണും ഓർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. പേ ബാക്ക് പീരീഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് റേറ്റ് ഓർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ചിട്ടാണ്. സോ ഇവിടെയും ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് ദിസ് ഇസ് എ traditional technique. Okay, then it measures average annual net income generated by project over its useful life. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആവറേജ് റിട്ടേൺ എത്രത്തോളമാണെന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ടെക്നിക്കിൽ മെഷർ ചെയ്യുക. ഓക്കെ, സോ ഇഫ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ARR, ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റ് ഉണ്ട്, പ്രൊജക്റ്റ് എ, പ്രൊജക്റ്റ് ബി. ആൻഡ് പ്രൊജക്റ്റ് എയിലും നിങ്ങൾ ARR കാൽക്കുലേറ്റ് ചെയ്തു, പ്രൊജക്റ്റ് ബിയിലും കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ ഏത് ARR ഉള്ളതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഹയർ വാല്യൂ നിങ്ങൾക്ക് ഏതിനാണോ കിട്ടിയത് ആ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യുക. ബട്ട് പേ ബാക്ക് പീരീഡിൽ അങ്ങനെയല്ല. പേ ബാക്ക് പീരീഡ് കുറഞ്ഞ പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ബട്ട് ഇൻ കേസ് ഓഫ് IRR,
ARR. ARR is actually about return. റിട്ടേണിനെ കുറിച്ചിട്ടാണ്. സോ റിട്ടേൺ കൂടുതൽ കിട്ടുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് അല്ലേ. സോ ഇഫ് ഹയർ ARR is better the project. Okay. So if the projects are mutually exclusive, the project with highest rate selected. സോ രണ്ട് പ്രൊജക്റ്റിൽ ഒന്നേ നമുക്ക് ചൂസ് ചെയ്യത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഹയസ്റ്റ് ARR ഉള്ള പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. സോ എവറി ഓർഗനൈസേഷൻ വിൽ ഹാവ് എ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. സോ ഏതൊരു ബിസിനസ്സിനെ കൺസിഡർ ചെയ്താലും അവരൊരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരൊരു മിനിമം റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10% റിട്ടേൺ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ അവർ നോർമലി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് വേണം നമ്മൾ ARR കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി ഇഫ് ദ ARR is less than the target rate is of the project, it is rejected. നമ്മൾ കണ്ടുപിടിച്ച ARR, ഇഫ് നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് എടുത്തിരിക്കുന്നു, അതിൻ്റെ ARR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ആൻഡ് ഇറ്റ്സ് ലൈക്ക് ദ റിട്ടേൺ ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേൺ കമ്പയർ ചെയ്യുന്നു. നമുക്ക് അല്ലെങ്കിൽ മിനിമം നമുക്ക് വേണ്ട റിട്ടേൺ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം ഇത്രത്തോളം റിട്ടേൺ എങ്കിലും വേണം എന്നുണ്ടല്ലോ. സോ ആ റിട്ടേണിനേക്കാളും കുറവാണ് ARR എങ്കിൽ വി ഷുഡ് റിജക്ട്. That is, if ARR is less than the target rate, project is rejected. And if ARR is more than target, നമ്മൾ വിചാരിച്ച റിട്ടേണിലും കൂടുതൽ കിട്ടും എന്നാണ് ARR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായെങ്കിൽ ആ പ്രൊജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, നൗ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആയിരുന്നു NPV, നെറ്റ് പ്രസന്റ് വാല്യൂ. സോ നെറ്റ് പ്രസന്റ് വാല്യൂ ഇസ് എ മോഡേൺ ടെക്നിക്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് NPV ഒരു മോഡേൺ ടെക്നിക്കാണ്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡേൺ ടെക്നിക്സും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ എന്താണ് NPV നമുക്ക് നോക്കാം. NPV എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രസന്റ് വാല്യൂ. ഓക്കെ, സോ നെറ്റ് പ്രസന്റ് വാല്യൂ ഇസ് ആക്ച്വലി ദ ഡിഫറൻസ് ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. സോ നെറ്റ് പ്രസന്റ് വാല്യൂ ഒരു മോഡേൺ ടെക്നിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ടൈം വാല്യൂ ഓഫ് മണി എങ്ങനെ നമ്മൾ ഒരു എമൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ കാണിക്കും. സോ അതിനാണ് നമുക്ക് ഡിസ്കൗണ്ടിങ് ടെക്നിക്സുകളൊക്കെ ഉള്ളത് അല്ലേ. സോ നമ്മൾ ഓൾറെഡി ടൈം വാല്യൂ ഓഫ് മണിയുടെ ടെക്നിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് LMSൽ. ഓക്കെ, സോ നമുക്ക് ഒരു എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വി ക്യാൻ ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നമ്മൾ ആ എമൗണ്ടിനെ കണ്ടുപിടിക്കും. സോ ഇൻ ദിസ് കേസ് വി നീഡ് ടു ടേക്ക്, അതുകൊണ്ടാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു ടേം പറയുന്നത്. ഓക്കെ, നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നത് കൊണ്ട്. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുക. ഓക്കെ, സോ മാനേജ്മെൻറ്റിൽ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് ഒരു കട്ട് ഓഫ് റേറ്റ് ഫിക്സ് ചെയ്ത് വെക്കും, ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, ഇത്രത്തോളം റിട്ടേൺ എങ്കിലും ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടണം എന്ന് ബിസിനസ് ഓൾറെഡി ഒരു ലെവൽ ഓഫ് റിട്ടേൺ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഈ ഒരു ബേസിലായിരിക്കും നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുക. സോ നെറ്റ് പ്രസൻറ്റ് വാല്യൂ റെപ്രസെൻറ്റ്സ് നെറ്റ് അഡീഷൻ ടു വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ, സോ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷെയറിന് എന്തെങ്കിലും, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിന് എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ, അഡീഷൻ വന്നിട്ടുണ്ടോ, അതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡിഫറൻസ് ഇഫ് വി ആർ ടേക്കിംഗ് എ ഡിഫറൻസ്, നമ്മളിവിടെ ഒരു ഡിഫറൻസ് എടുക്കുകയാണ്. സോ അതൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇംപ്രൂവ്ഡ് ആയി എന്നുള്ളതാണ്. ഓക്കെ, സോ ലൈക്ക് ഇഫ് യു ആർ മേക്കിംഗ് എ ഡിസിഷൻ, നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ, സോ ഇഫ് യുവർ ക്യാഷ് ഇൻഫ്ലോ ഇസ് മോർ, നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ കൂടുതലാണ് ക്യാഷ് ഔട്ട്ഫ്ലോയേക്കാളും, ദെൻ വി ഷുഡ് അക്സെപ്റ്റ് ദ പ്രൊജക്റ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിനെ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ബിസിനസ്സിന് ഇൻഫ്ലോ കൂടുതൽ കിട്ടുകയല്ലേ നല്ലത്. സോ ആസ് വി ഓൾറെഡി ഡിസ്കസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇസ് എ ഡിഫറൻസ്. ഓക്കെ, സോ ഇൻഫ്ലോ കൂടി നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ്. സോ ഇൻഫ്ലോ കൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഉറപ്പായും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, ലൈക്ക് ബിക്കോസ് യുവർ ഇൻഫ്ലോ ഇസ് മോർ, സോ യു ഷുഡ് ആക്സെപ്റ്റ് ദ പ്രൊജക്റ്റ്. ഇനി ഔട്ട്ഫ്ലോ ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് കോസ്റ്റ് ആണ് കൂടുതൽ, റിട്ടേണിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കോസ്റ്റ് ആണ് വരുന്നത്, അതല്ലേ ഉദ്ദേശിക്കുന്നത്. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടി നിങ്ങൾ ചെയ്ത കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ആണ്. സോ അത് കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, വി ഷുഡ് റിജക്ട് ദ പ്രൊജക്ട് ബേസ്ഡ് ഓൺ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, NPV ടെക്നിക്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ എന്ന് ചെയ്യുമ്പം ഉറപ്പായും ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ. സോ ആസ് എ റിസൾട്ട് യുവർ വാല്യൂ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ഇനി വീണ്ടും ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ നമുക്ക് എന്താണ് ARR എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ട്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നൗ പേ ബാക്ക് പീരീഡ് വി ഓൾറെഡി ഡിസ്കസ്ഡ്. സോ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്കറിയാം. സോ ഫസ്റ്റ് വൺ, പേ ബാക്ക് പീരീഡ് മെത്തേഡ് കൺസിഡേഴ്സ് ഓൾ ക്യാഷ് ഫ്ലോസ് ഓഫ് പ്രൊജക്ട്.
പേ ബാക്ക് പീരീഡ് എല്ലാ ക്യാഷ് ഫ്ലോകളും കൺസിഡർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേ ബാക്ക് പീരീഡ് എല്ലാ ക്യാഷ് ഫ്ലോസും കൺസിഡർ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു അല്ലേ? സോ ആ പ്രോബ്ലത്തിൽ നമ്മൾ annually cash inflow like initial investment divided by annual cash inflow എന്നാണ് ചെയ്യുന്നത്. സോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന ഇൻഫ്ലോ ആണ്. ഒരു വർഷം വെച്ചാൽ ആ പ്രൊജക്റ്റിന് എത്ര ലൈഫ് ഉണ്ടോ ആ ഫുൾ ലൈഫ് പീരീഡിൽ നമുക്ക് ഇൻഫ്ലോ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള എമൗണ്ടിനെ അവിടെ കൺസിഡർ ചെയ്തോ? ഒരു വർഷത്തെ എമൗണ്ട് അല്ലേ നമ്മൾ കൺസിഡർ ചെയ്തേ. ബാക്കിയുള്ള ഇപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് 5 വർഷമാണെങ്കിൽ ബാക്കിയുള്ള 4 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോയെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഉണ്ടോ? ഓരോ വർഷവും ഇത്ര റിട്ടേൺ വെച്ചിട്ടാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഓരോ വർഷവും 40,000 വെച്ചൊരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുമെങ്കിൽ 4 വർഷം ഉണ്ടെങ്കിൽ ഈ 4 വർഷവും 40,000 രൂപ വെച്ച് കിട്ടില്ലേ? പക്ഷെ അതിനെ നമ്മളവിടെ കൺസിഡർ ചെയ്തില്ല. ഒരു വർഷമുള്ള ക്യാഷ് ഇൻഫ്ലോ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഓൾ ക്യാഷ് ഫ്ലോസിനെ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? നോ, ദാറ്റ് ഈസ് റോങ്. And what about second statement? Payback period method concerns more with the recovery of cost than profitability. Payback period കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോസ്റ്റ് റിക്കവറിയെ കുറിച്ചിട്ടാണ്, അല്ലാണ്ട് പ്രോഫിറ്റബിലിറ്റിക്ക് അല്ല എന്നുള്ളത് ശരിയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക എത്ര നാളുകൾക്കുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതിനാണ് പേ ബാക്ക് പീരീഡിൽ ഒരു ഫോക്കസ് കൊടുക്കുന്നത്, അല്ലാണ്ട് ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റിനൊരു ഫോക്കസ് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കോസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് റാദർ ദാൻ profitability. Yes, so second statement is correct. Net present value represents net addition to the wealth of the shareholder. Yes, so net present value ഉണ്ട്, അല്ലെങ്കിൽ net present value വരിക എന്ന് വെച്ചാൽ that means അതൊരു പോസിറ്റീവ് വാല്യൂ ആകാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂടി എന്നുള്ളതാണ്. So third point is correct. And what about fourth one? Accounting rate of return method incorporates risk as well as time value of money. So ARR എന്താണെന്ന് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ARR ഈസ് എ traditional technique. So in a traditional technique we know that they are not at all considering this risk and time value of money. Time value of money റിസ്കോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സോ ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ സുഖമായിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്ന അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. സോ തീർച്ചയായും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, സോ യെസ്, ഹിയർ ഓപ്ഷൻ സി 2 and 3 ആർ ദ കറക്റ്റ് ആൻസർ. നൗ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ഏരിയയായിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രം മതി. സോ ഇത് ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ഏതൊക്കെ മെത്തേഡ് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ARR, Payback, NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. സോ ഈ 4 മെത്തേഡിൻ്റെയും ഇക്വേഷൻ അറിയാമെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേജർ ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോക്കാം. പേ ബാക്ക് പീരീഡ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ്. അത് നോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ARR, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, ആവറേജ് ആനുവൽ പ്രോഫിറ്റബിലിറ്റി ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഇവിടെ ആവറേജ് ആണ് എടുക്കുന്നത്. ഓക്കെ, സോ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 100. And if it is profitability index, present value of cash inflow divided by present value of cash outflow. Present value of cash inflow ine present value of cash outflow divide ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റേഷ്യോനെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ആർ ടേക്കിംഗ് ദ ഡിഫറൻസ്, ഈ ഡിവിഷൻ എന്നുള്ള ഏരിയയിൽ നിങ്ങൾ ഡിഫറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബിക്കം നെറ്റ് പ്രസന്റ് വാല്യൂ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, then net terminal value, present value of compounded sum minus initial investment. Okay, present value of compounded sum. So net present value എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഓൾറെഡി LMSൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ present value of compounded sum minus initial investment. Okay, that means the investment that we are making initially. Okay, then discounted payback. So total investment, ഇത് നമ്മൾ പേ ബാക്ക് പീരീഡിന് എന്താണോ പഠിച്ചത് അത് തന്നെയാണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ എന്താണ് ഡിഫറൻസ് നോക്കിയാൽ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. നമ്മൾ പേ ബാക്ക് പീരീഡിൽ പ്രസന്റ് വാല്യൂ എടുക്കുന്നില്ല, ബട്ട്
discounted payback period is a modern technique, so you do consider time value of money, so present value of annual cash inflow before depreciation and after tax. Cash inflow consider ചെയ്യുന്നത് ഡിപ്രീസിയേഷന് മുമ്പുള്ളതും ടാക്സിന് ശേഷമുള്ളതുമാണ്. അതിൽ വ്യത്യാസമില്ല. ആകെ ഒരു വ്യത്യാസം വി ആർ കൺസിഡറിങ് പ്രസന്റ് വാല്യൂ, ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഇക്വേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇക്വേഷൻ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഫസ്റ്റ് വൺ ARR മെത്തേഡ്. നമ്മൾ ഓൾറെഡി ARR മെത്തേഡിൻ്റെ ഇക്വേഷൻ പഠിച്ചു. അല്ലെങ്കിൽ തന്നെ ഈ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ വി ഹാവ് ആവറേജ് ഇൻകം ആൻഡ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ A3 റൈറ്റ്. ഇനി ബി നോക്കിക്കേ, പേ ബാക്ക് പീരീഡ് മെത്തേഡ്. പേ ബാക്ക് പീരീഡ് മെത്തേഡ് നമ്മൾ ആദ്യം തൊട്ടേ പേ ബാക്ക് പീരീഡ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വിച്ച് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, റൈറ്റ്. And what about C, NPV method? It is a difference. Difference എവിടെയാണ് പറയുന്നത്? 1. Present value of cash inflow minus present value of cash outflows. And finally, profitability index is saying about ratio. ഒരു റേഷ്യോ ആണ് പറയുന്നത്. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിലുള്ള റേഷ്യോനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ D2, present value of cash inflow divided by present value of cash outflow. So A ഏത് വരും? A3. സോ A3 ഉള്ള രണ്ട് ഓപ്ഷൻസും നമുക്കുണ്ട്. And now we should go for another payback period. B is actually 4. A3, B4. Only one option. A3, B4, C1. ശരിയല്ലേ നോക്കിയേ? NPV, present value of cash inflow minus present value of cash outflow. Yes. So C1 and finally D2. So the correct answer for this question is option B. സോ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് പ്രോസസ് സ്റ്റെപ്സ്, ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ ഇൻവോൾവ് ആവേണ്ട ആ ഏരിയാസ് നിങ്ങൾ പഠിക്കണം. ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സുകളാണ് ഡിസ്കസ് ചെയ്തത്. സോ ഓരോ ടെക്നിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഏരിയ ഓരോ ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മൾ ഓൾറെഡി LMSൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഓരോ ഏരിയയെ ഫോക്കസ് ചെയ്യാൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അനാലിസിസിൻ്റെ ബേസിലാണ് ഏത് ഏരിയ ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഏത് ആംഗിളിലാണ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് അതിനോടനുസരിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ ഉള്ള ഒരു പ്ലാറ്റ്ഫോം വേണം. സോ വി പ്രൊവൈഡ് LMS പ്ലാറ്റ്ഫോം, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ അവർ സ്റ്റുഡൻസ്. സോ ഈ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് 24/7 നിങ്ങൾക്ക് ഏത് ടൈമിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏത് ടൈമിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇവിടെ നമുക്ക് എല്ലാ ഏരിയയുമായി ബന്ധപ്പെട്ട വളരെ ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വന്നാൽ പെട്ടെന്നൊന്ന് നോക്കാൻ, ഒരു ഓവറോൾ ഐഡിയ കിട്ടാനൊക്കെ വളരെ അത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ PPTs ഉണ്ട്. PPT നമുക്കൊരു ക്വിക്ക് റിവിഷന് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ദെൻ വി ഹാവ് ടെസ്റ്റ് പേപ്പേഴ്സ്. NTA സോഫ്റ്റ്വെയർ സെയിം പാറ്റേണിൽ തന്നെയുള്ള ടെസ്റ്റ് പേപ്പേഴ്സാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. സോ ഈ ഒരു ടെസ്റ്റ് പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫെമിലിയാരിറ്റി വരും. നമുക്ക് ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്താലേ ഒരു MCQ പാറ്റേണിലുള്ള ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ ഒരു പാറ്റേണിലേക്ക് വരുള്ളൂ. സോ ആ ഒരു പാറ്റേൺ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ ടെസ്റ്റ് പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസുകളുണ്ട്. എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഏത് സമയത്തും ക്ലിയർ ചെയ്യാനുള്ള അവസരം ഇതുവഴി നിങ്ങൾക്ക് ഒരുക്കുന്നു. ആൻഡ് വി ഹാവ് ലൈവ് ക്ലാസ്സസ്. അപ്പം ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് മാത്രം നമുക്ക് പോരാ, ഇതോടൊപ്പം തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സസും ഒരുക്കുന്നുണ്ട്. സോ ഇതാണ് ഒരു ഓവറോൾ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ എങ്ങനെ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം പഠിക്കാം, എങ്ങനെയാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. LMS എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമ്മളിവിടെ ഇമെയിൽ ID യും പാസ്വേഡും യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യുക. സോ ഇമെയിൽ ID എന്ന് പറയുമ്പം നമ്മുടെ ഇമെയിൽ ID യൂസ് ചെയ്യുക. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും കൂടെ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യണം. ഓക്കെ, സോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്ക്രീൻ ഇതായിരിക്കും നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ കാണും. ആൻഡ് നമ്മളിവിടെ കൊമേഴ്സിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ കൊമേഴ്സ് സ്റ്റാർട്ട് ലേണിംഗ് എന്നുള്ളത് പ്രസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നോട്ട് സെഷൻ ആണ്. നമുക്കിവിടെ നോട്ട്സും വീഡിയോസും PPTസും ടെസ്റ്റും എല്ലാം അവൈലബിൾ ആണ്. സോ ഫസ്റ്റ്ലി നമ്മൾ പോകുന്നത് ഓരോ ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സിലേക്കാണ്. ഓക്കെ, സോ നോട്ട്സ് നോക്കുമ്പോൾ നമുക്ക് 10 മൊഡ്യൂളിനെയും ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ്, വിശദമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് തൽക്കാലം അക്കൗണ്ടിങ്ങിൻ്റെ നോട്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാം.
സോ ഇവിടെ നമുക്ക് ചാപ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് കാണാം. ഇതിൽ ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ തൽക്കാലം സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് കാണാം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുകളും കാര്യങ്ങളും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ട്സ് ഒക്കെ റെഫർ ചെയ്യുമ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നല്ലൊരു ഐഡിയ കിട്ടും. നൗ നമ്മൾ പോകുന്നത് അതിൻ്റെ വീഡിയോസാണ്. ഈ ഓരോ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകളും നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇപ്പോൾ എടുത്ത ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള വീഡിയോസ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എടുക്കുന്നു. സോ നമുക്ക് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഇവിടെ വീണ്ടും അവൈലബിൾ ആണ്. നമ്മൾ എടുത്ത ഏത് ഏരിയ ആണോ വേണ്ടത് ആ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഇമ്പോർട്ടൻ്റ് ഏരിയാസിൻ്റെ പ്രീ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് PPT സെഷനിലേക്കാണ്. നിങ്ങൾക്ക് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, വളരെ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള PPTs ആയിരിക്കും ഇവിടെ അവൈലബിൾ ആയിരിക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇൻവെൻട്രി കൺട്രോൾ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൻ്റെ എല്ലാ PPTസും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ടെസ്റ്റുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. സോ നമുക്ക് ഓരോ ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ആൻഡ് NTA സോഫ്റ്റ്വെയറിൽ അതേ രീതിയിലുള്ള എക്സാമുകളാണ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ ടെസ്റ്റും ടൈം ബേസ്ഡ് ആയിരിക്കും. ഇവിടെ ഈ ഗ്രീൻ കളർ കാണുന്ന ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാത്തതാണ്. അപ്പം നമ്മൾ ഏതൊക്കെ അറ്റൻഡ് ചെയ്തു, അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈം, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോ ഇതാണ് നമ്മുടെ ടെസ്റ്റ്. ഓക്കെ, സോ ഓരോ ക്വസ്റ്റ്യനും അതിന് 4 ഓപ്ഷൻസ് കാണും. ആൻഡ് സേവ് ആൻഡ് നെക്സ്റ്റ്, സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ, ക്ലിയർ റെസ്പോൺസ്, മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് ആൻസർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷനാണോ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പിന്നീട് ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നീട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കളർ ഡിഫറൻസ് നമുക്കറിയാം. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് നമ്മൾ ആൻസേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സോ നമ്മൾ യെസ് സബ്മിറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനൽ സബ്മിഷൻ. നമ്മളപ്പം എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, എത്ര എണ്ണം അറ്റൻഡ് ചെയ്തില്ല, ആൻഡ് അതിലെ തെറ്റ് ഏതൊക്കെയാണെന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം. ആൻഡ് നമുക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് അല്ലെങ്കിൽ തിയറീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട റിവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് റെഡ് കളർ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഹൗ, എങ്ങനെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതും അതിൻ്റെ കറക്റ്റ് ഓപ്ഷനും ഒക്കെ കൃത്യമായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും വിത്ത് സൊല്യൂഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് അറ്റൻഡ് ചെയ്ത ഓരോ ടെസ്റ്റിൻ്റെയും റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. അതിന് നമ്മൾ ടെസ്റ്റ് സമ്മറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എക്സാം എഴുതാൻ എത്ര ടൈം എടുത്തു, നമ്മൾ എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു, അതിൽ എത്ര എണ്ണം ശരിയാണ്, എത്ര എണ്ണം തെറ്റാണ്, നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് ടെസ്റ്റ് റിസൾട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്, ടോപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിൽ പോയാൽ ഈ ഒരു എക്സാം ആരൊക്കെ എഴുതി അതിൽ ഏറ്റവും ടോപ്പ് വന്ന ഒരു 10 പേരുടെ പേര് നമുക്ക് കാണാം. അപ്പോൾ നമുക്കൊരു കമ്പാരിസൺ നടത്താം. ഈ ഒരു ടെസ്റ്റ് എന്നെക്കാളും നന്നായിട്ട് എത്ര പേര് എഴുതി, അല്ലെങ്കിൽ ഞാൻ ഏതൊരു റേഞ്ചിലാണ് കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനായിട്ടും നിങ്ങളെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഓവറോൾ LMS പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് എല്ലാം മനസ്സിലാക്കാനും നല്ല രീതിയിൽ എഴുതാനായിട്ടും എക്സാം പാസ്സാവാനായിട്ടും സാധിക്കും. പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്കിവിടെ ഡൗട്ട് ക്ലിയറൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാട്സപ്പ് വഴി എക്സ്പേർട്സുമായിട്ട് ഏത് ഏരിയ ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സുകളും നിങ്ങൾക്ക് ഏത് സമയത്തും ചോദിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി LMSൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് പഠിച്ചത്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലെ ടെക്നിക്സ്, ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് ഫോർമുലാസ്, കീ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഏരിയയിൽ ഡിസ്കസ് ചെയ്തു. സോ എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ഡീൽ ചെയ്യേണ്ടതെന്നൊരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നല്ല രീതിയിൽ പഠിക്കുക. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.